മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിലവിലുള്ള പരിധിക്കപ്പുറത്തേക്ക് ഉയർത്താമെന്ന തമിഴ്നാട് സർക്കാരിന്റെ പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ ശക്തമായ പ്രതിഷേധവും അടിയന്തര നിയമ ചർച്ചാ മാർഗങ്ങളുമായും കേരള സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. അണക്കെട്ടിന്റെ ഘടനാപരമായ പഴക്കവും സുരക്ഷാ ഭീഷണിയും മുൻനിർത്തി പുതിയ ഡാം നിർമ്മിക്കുക എന്ന സംസ്ഥാനത്തിന്റെ കൃത്യവും വ്യക്തവുമായ നിലപാടിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന് കേരള ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഏകപക്ഷീയമായ പ്രഖ്യാപനം അതീവ ദൗർഭാഗ്യകരമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം വിഷയം ഉഭയകക്ഷി തലത്തിൽ ചർച്ച ചെയ്യുന്നതിനായി കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രത്യേക കൂടിക്കാഴ്ചയ്ക്ക് കേരളം മുൻകൈ എടുക്കണമെന്നും ഇതിനുള്ള സാധ്യതകൾ അടിയന്തരമായി തേടണമെന്നും അറിയിച്ചു. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള സുർക്കി മിശ്രം കൊണ്ടുണ്ടാക്കിയ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജനവാസ മേഖലകളെ ബാധിക്കുന്ന സുരക്ഷാ ആശങ്കകൾ വീണ്ടും സജീവ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ദീർഘകാല നീർജല തർക്കം വീണ്ടും ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാർ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗത്തിലാണ് നിലവിലുള്ള കരാറുകൾ, മുൻവിധികൾ, ട്രൈബ്യൂണൽ ഉത്തരവുകൾ, നീതിന്യായ നിർദ്ദേശങ്ങൾ എന്നിവ മുൻനിർത്തി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഘട്ടം ഘട്ടമായി ഉയർത്താൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന നിർണായക പരാമർശമുണ്ടായത്. ഇതിനു പുറമെ അന്തർ സംസ്ഥാന നദീജല പങ്കുവെപ്പിൽ തമിഴ്നാടിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും മേഘദാതു പോലുള്ള പദ്ധതികളെ എതിർക്കുന്നതിനോടൊപ്പം ആനമലയാർ നല്ലൂർ അണക്കെട്ട് പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ഗോദാവരി കാവേരി നദീബന്ധന പദ്ധതി വേഗത്തിലാക്കുമെന്നും തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ തമിഴ്നാട് സർക്കാരിന്റെ ഈ ഏകപക്ഷീയമായ നീക്കം കേരളത്തിലെ പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, എറണാകുളം തുടങ്ങിയ പെരിയാർ തീരപ്രദേശങ്ങളിൽ വസിക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളിൽ വലിയ തോതിലുള്ള ഭീതിയും ആശങ്കയുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കനത്ത ഭീഷണി ഉയർത്തുന്ന ഇത്തരമൊരു തീരുമാനത്തോട് യാതൊരുവിധ കാരണവശാലും യോജിക്കാനാകില്ലെന്ന് കേരള സർക്കാർ ഉറപ്പിച്ചു പറയുന്നു. സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവ് പ്രകാരം നിലവിൽ 142 അടിയാണ് മുല്ലപ്പെരിയാറിലെ പരമാവധി ജലനിരപ്പായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ കോടതിയുടെ ഈ നിർദ്ദേശത്തിന് മാറ്റം വരുത്താനോ സ്വന്തം ഇഷ്ടപ്രകാരം ജലനിരപ്പ് ഉയർത്താനോ കേരളത്തിനോ തമിഴ്നാടിനോ ഏകപക്ഷീയമായി യാതൊരു അധികാരവുമില്ലെന്ന് മന്ത്രി മോൻ ജോസഫ് ചൂണ്ടിക്കാട്ടി. മുൻപ് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഘടനാപരമായ സുരക്ഷാ പരിശോധനകളോ വിശദമായ ഓഡിറ്റുകളോ ഇതുവരെ കൃത്യമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നത് വലിയൊരു പോരായ്മയായി നിലനിൽക്കുകയാണ്. സാഹചര്യത്തിൽ അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നേതൃത്വത്തിലും സമഗ്രവും നിഷ്പക്ഷവുമായ പരിശോധന വേണമെന്നാണ് കേരളത്തിന്റെ പ്രാഥമിക ആവശ്യം. സുപ്രീം കോടതി നിർദ്ദേശിച്ച അടിസ്ഥാന സുരക്ഷാ തത്വങ്ങളും പരിശോധനകളും പൂർണ്ണമായി പൂർത്തിയാക്കാതെ ജലനിരപ്പ് ഉയർത്താനുള്ള ഏതൊരു നീക്കവും അത്യന്തം അപകടകരമാണെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നും വിഷയത്തെ നയതന്ത്രപരമായും നിയമപരമായും ഒരുപോലെ നേരിടാനാണ് കേരളം പദ്ധതിയിടുന്നത്. സംസ്ഥാനത്തിന്റെ ന്യായമായ ആശങ്കകളും ഭയവും തമിഴ്നാട് സർക്കാരിനെയും പൊതുസമൂഹത്തെയും നേരിട്ട് ബോധ്യപ്പെടുത്തും. തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും കർഷകർക്കും ആവശ്യമായ വെള്ളം പൂർണ്ണമായും തടസ്സമില്ലാതെ നൽകാൻ കേരളം എപ്പോഴും സന്നദ്ധമാണ്. എന്നാൽ അണക്കെട്ടിന് താഴെ ഭീതിയോടെ കഴിയുന്ന ജനങ്ങളുടെ ജീവന്റെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നതിനാണ് കേരളം പ്രാഥമിക പരിഗണന നൽകുക. തമിഴ്നാടിന് ആവശ്യത്തിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണ സുരക്ഷയും എന്ന പ്രായോഗികവും യുക്തിസഹവുമായ സമീപനത്തിൽ ഊന്നിയുള്ള ചർച്ചകളാകും ഇനി വരുന്ന മുഖ്യമന്ത്രിതല യോഗങ്ങളിൽ കേരളം മുന്നോട്ട് വയ്ക്കുക. ഏറ്റവും സുപ്രധാനവും പ്രായോഗികവുമായ ശാശ്വത പരിഹാര മാർഗം ഒരു പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണം തന്നെയാണ്. അണക്കെട്ടിന്റെ അതിപഴക്കവും അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങൾക്കും പ്രളയങ്ങൾക്കും വഴിവെക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തീവ്രതയും കണക്കിലെടുക്കുമ്പോൾ പഴയ അണക്കെട്ടിന് പകരമായി പുതിയൊരു ഡാം പണികയല്ലാതെ മറ്റ് സാങ്കേതിക ബദലുകളില്ലെന്ന് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പഠനങ്ങൾ ഉൾപ്പെടുത്തി വ്യക്തമായ പദ്ധതി രേഖ മുൻപ് തന്നെ കേരളം തയ്യാറാക്കിയിട്ടുള്ളതാണ്. പുതിയ അണക്കെട്ടിലൂടെ തമിഴ്നാടിന് കരാർ പ്രകാരമുള്ള വെള്ളം സുരക്ഷിതമായി നൽകാനും അതേസമയം കേരളത്തിന്റെ സുരക്ഷാ ഭീഷണികൾ പൂർണ്ണമായും ഒഴിവാക്കാനും സാധിക്കും. എന്നാൽ ഈ ബദൽ നിർദ്ദേശത്തോട് തമിഴ്നാട് അനുകൂലമായി പ്രതികരിക്കാത്തതും നിരന്തരം എതിർപ്പ് പ്രകടിപ്പിക്കുന്നതുമാണ് പ്രശ്നപരിഹാരം സങ്കീർണമാക്കുന്നത്. തമിഴ്നാട് ബജറ്റ് പ്രഖ്യാപനം പുറത്തു വന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായി തെരുവിലും നിയമരംഗത്തും സജീവമായിട്ടുണ്ട്. പെരിയാറിന്റെ തീരത്തുള്ള ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ചു വരുത്തണമെന്നും നിയമപോരാട്ടങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയരുന്നുണ്ട്. തമിഴ്നാട് നിയമപരമായ പരിധികളും കോടതി നിർദ്ദേശങ്ങളും ലംഘിച്ച് മുന്നോട്ടു പോവുകയാണെങ്കിൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സുപ്രീം കോടതിയെ വീണ്ടും സമീപിക്കാനും കേരള സർക്കാർ ആലോചിക്കുന്നതാണ്.